ഇതിനകത്ത് ആദ്യമേ തന്നെ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം ഈ രാജ്യത്തോടും അദ്ദേഹം ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ഖ്യാതിയില്ലെങ്കിലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം ഇരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു പോസ്റ്റിലാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭരണഘടനാപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ ഇതുപോലുള്ള ആളുകളും എടുത്തിട്ടുള്ളൊരു നിലപാട്, ഭാരതാംബയെ ഒരു വനിത, കാവിക്കൊടി പിടിച്ച വനിത, നിങ്ങൾക്ക് കാവിക്കൊടിയോട് അലർജി ഉണ്ടാവും, ഞങ്ങൾക്കതിൽ വിരോധമില്ല. കാരണം അത് നിങ്ങളുടെ ശരീരത്തിൻ്റെയും നിങ്ങളുടെ ശൈലിയുടെയും കുഴപ്പമാണ്, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഭാരതാംബ എന്ന് പറയാൻ, ശരി, നിങ്ങൾ കാവിക്കൊടി പിടിച്ചത് തെറ്റാണ്, ഭാരതാംബ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഭാരതാംബ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പോലും അക്സെപ്റ്റ് ചെയ്യാതെ ഭാരതാംബ എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു അലർജിക് വേർഡായിട്ട് CPM പ്രതിനിധികൾ പറയുന്ന രംഗമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നതാണ് ഞാനിവിടെ കേൾക്കാൻ സാധിച്ചത്. ഇവിടെ കഴിഞ്ഞ ഇതിൽ നമ്മുടെ GV ഹരിച്ചേട്ടൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വളരെ വളരെ തന്ത്രപരമായി പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു പോയത് ബംഗാളിലാണ് ആദ്യം ഭാരതാംബ ഉണ്ടായത്. ആ ഭാരതാംബയെ അവിടെ വരച്ചപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ ഭാരതാംബയുടെ ആ ചിത്രത്തിൽ എന്തുണ്ടായില്ല, കാവിക്കൊടി അല്ല ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്നത് ത്രിവർണ്ണ പതാകയാണ്. ഞാൻ അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, 1904 ആദ്യമായി ഭാരതാംബ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് നമ്മൾ ജനങ്ങളെ മുഴുവൻ ബംഗാൾ വിഭജനത്തിനോടനുബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അവരെ ഒരുമിപ്പിച്ച് നിർത്തി അവർക്ക് ഒരു ആവേശം കൊടുക്കാൻ, അവരെ മുന്നോട്ട് നയിക്കാൻ ഈ ഭാരതത്തിന് അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഭാരത് മാതാവിന് അന്ന് ചിത്രകാരന്മാർ വരച്ച ആ ഭാരത മാതാവിൻ്റെ കയ്യിൽ ത്രിവർണ്ണ പതാകയും ഇല്ലായിരുന്നു, മറ്റൊരു പതാകയും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ത്രിവർണ്ണ പതാക അന്ന് മുതൽ ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടങ്ങളിൽ കൽക്കട്ട ഫ്ലാഗ് ആണ് പ്രചാരത്തിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിച്ചിരുന്നത് കൽക്കട്ട ഫ്ലാഗ് ആണെന്നുള്ള കാര്യം അദ്ദേഹം മറന്നുകൊണ്ടാണ് പറയാൻ തുടങ്ങിയത്. ഞാൻ ആ രണ്ട് കാര്യങ്ങളും വസ്തുതകളല്ലാത്ത രണ്ട് കാര്യങ്ങൾ വസ്തുതകളല്ല എന്ന് ജനങ്ങളുടെ മുൻപാകെ ആദ്യം തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ ആ ഒരു പോയിന്റിൽ തന്നെ ഞാൻ ആദ്യം തുടങ്ങിയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് ഗവർണർ എന്തോ അക്ഷന്തവ്യമായ തെറ്റ് ചെയ്തു എന്നാണല്ലോ CPM പറയാൻ ആഗ്രഹിക്കുന്നത്. CPM എന്നു മുതലാണ് എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംശയമാണ്. അതായത് ഭാരത മാതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഭാരതീയൻ്റെ അമ്മ എന്ന കൺസെപ്റ്റാണ്. ഞാൻ എന്ന ഭാരതീയൻ്റെ അമ്മ, മാതാവ്, ആ അമ്മയെ ഞാൻ പൂജിക്കുന്നതിൽ എവിടെയാണ് എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം, എവിടെയാണ് എൻ്റെ മതപരമായിട്ടുള്ള ലക്ഷ്യം, എവിടെയാണ് എൻ്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം, എവിടെയാണ് എൻ്റെ ഡെമോക്രാറ്റിക് എഗനസ്റ്റ് നിലപാടുള്ളത്? അപ്പോൾ ഇതിനകത്ത് ഒറ്റ ചിന്തയേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ രാജ്യത്തിൻ്റെതായ മതചിഹ്നങ്ങൾ, ഈ രാജ്യത്തിൻ്റെതായ ചിഹ്നങ്ങളെ, ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള അടയാളങ്ങളെ, ഈ രാജ്യത്തിന് അഭിമാനം കൊള്ളുന്ന സ്തൂപങ്ങളെ, അതിനെ മുഴുവൻ തള്ളിപ്പറയുക, അതിനെ മുഴുവൻ എതിർക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ 1936 വരുന്ന വാരണാസിയിലെ ഭാരത് മാതാ ടെമ്പിളിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഈ കൺസെപ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള ഒരു ഐഡിയൽ തന്നെയാണ് അതിനെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ 1983 ഹരിദ്വാറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇവരുടെ തന്നെ ഭരണാധികാരി, കോൺഗ്രസിൻ്റെ തന്നെ ഭരണാധികാരിയാണ് ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ആ ക്ഷേത്രത്തിൻ്റെ ഐഡിയോൾ എങ്ങനെയാണ്? അപ്പോൾ ഇതെല്ലാം വസ്തുതകളാണെന്നിരിക്കെ 2018 ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 2018 നാഗപ്പൂരിൽ വരുന്ന അന്നത്തെ ഭാരതത്തിന്റെ പ്രസിഡന്റായിരുന്ന മുൻപ് ഭാരതത്തിന്റെ പ്രസിഡന്റായിരുന്ന പ്രണബ് കുമാർ മുഖർജി, അദ്ദേഹം അവിടെ വന്ന് ഇതേ ഭാരത മാതാവിന്റെ ഈ ഫോട്ടോയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഐക്യം ഉണ്ടായിരുന്നില്ല. ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഐക്യം ഉണ്ടായിരുന്നില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യമായിരുന്നില്ല. ഭാരത മാതാവ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് 1904 ജനിക്കുമ്പോൾ അന്ന് RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമില്ല. അപ്പോൾ ഇല്ലാത്ത രാഷ്ട്രീയം പറഞ്ഞ്, ഇല്ലാത്ത വസ്തുതകൾ നിരത്തി, ഇല്ലാത്ത കാര്യങ്ങളെ പൊള്ളയാക്കി പറഞ്ഞ് CPM-ന്റെയും കോൺഗ്രസിന്റെയും അധിനിവേശ രാഷ്ട്രീയം ഈ ഭാരതത്തിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് കോൺഗ്രസും CPM-ഉം നിൽക്കുന്നത്. ഇപ്പോൾ അവർക്ക് എന്താ പ്രശ്നം? അവർക്ക് ഈ രാജ്യത്തിന്റെ ചിഹ്നങ്ങളെ താഴ്ത്തി കാണിക്കണം, ഈ രാജ്യത്തിന്റെ അന്തസ്സിനെ തികഴ്ത്തി കാണിക്കണം, ഈ രാജ്യത്തിലെ വീരന്മാരായിട്ടുള്ള ജവാന്മാരും വീരന്മാരായിട്ടുള്ള സൈനികരും നമുക്ക് നേടിത്തന്നിട്ടുള്ള അഭിമാനങ്ങളെയെല്ലാം ഇകഴ്ത്തി കാണിക്കണം. അവർക്ക് രാഷ്ട്രീയമായി വിജയിക്കാൻ ഏത് മതമൗലികവാദികൾക്കൊപ്പവും ഇന്ന് നമ്മൾ കണ്ടില്ലേ, ഇന്ന് SDPIയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ മധുരം തുറന്നത് ആരാണ്?
കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, കോൺഗ്രസിന്റെ ഒരു NP, എന്നിട്ട് അദ്ദേഹം പറയുക എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഞാൻ അവരുടെ കൂടെ പിറന്നാൾ മധുരം നുകർന്നതിൽ എന്താ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം ഇന്ന് കേരളത്തിലെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെട്ടത് എന്താ? NIA പ്രധാനപ്പെട്ട റിപ്പോർട്ട് SDPI മുന്നിൽ നിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾക്കകത്ത് നുഴഞ്ഞു കയറി സേനകളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള മതമൗലികവാദികൾക്ക് വേണ്ടി, ഇങ്ങനെയുള്ള അരാഷ്ട്രീയ ഈ രാജ്യത്തിന് എതിരായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി വേണ്ടിയിട്ട് ഓശാന പാടുന്നവരായി കേരളത്തിലെ കോൺഗ്രസും CPM ഞാൻ ഒരു കാര്യം കൂടി, CPM എന്ന് മുതലാ ഈ പറയുന്ന ദേശീയ പതാകയോട് സ്നേഹം വന്നു തുടങ്ങിയത്? 1947 ഇന്ത്യ സ്വാതന്ത്ര്യപ്പെടുമ്പോ, ഇന്ത്യ സ്വാതന്ത്ര്യം വരുമ്പോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ആപത്ത് 15 എന്ന് പറഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ആദ്യം അപഹസിച്ച പാർട്ടിയാണ് CPIM. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തു. അവർ പറഞ്ഞപ്പോഴൊന്നും മേഡം ഇടപെട്ടില്ലല്ലോ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇന്ന് ഇന്ത്യക്കകത്ത് ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന നേതാവായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദനെ എന്തിനാണ് CPM തരം താഴ്ത്തിയത്? ഭാരതത്തിന്റെ സൈനികർക്ക് ചോര കൊടുത്തതിന്റെ പേരിൽ, ഭാരതത്തിന്റെ സൈനികർ മുറിവേറ്റ് കിടന്നപ്പോ അവർക്ക് ചോര കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനെ തരം താഴ്ത്തിയ, CPMന്റെ ഒരു നേതാവിനെ തരം താഴ്ത്തിയ പാർട്ടിയാണ് ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളോട് രാഷ്ട്രസ്നേഹം പഠിപ്പിക്കും, ഞങ്ങൾ രാഷ്ട്രസ്നേഹം പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം, ഈ യൂണിവേഴ്സിറ്റി ഹാളും ഈ യൂണിവേഴ്സിറ്റി കോളേജും ഈ യൂണിവേഴ്സിറ്റികളും ഒക്കെ ഉണ്ടായത് ഈ രാജ്യത്തകത്ത്, ഈ രാജ്യം സ്വാതന്ത്ര്യപ്പെട്ടത് കൊണ്ടും ഈ രാജ്യത്തിനകത്ത് ഒരു സുസ്ഥിരമായ ഭരണമുള്ളത് കൊണ്ടുമാണ്. ഈ രാജ്യത്തിനകത്തെ ഒരു ഹാളിനകത്ത് ഭാരതാംബയെ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് SFIയോ SFI പോലെ ഏതെങ്കിലും ഒരു പാർട്ടിയോ തിട്ടൂരമിറക്കിയാൽ ആ തിട്ടൂരത്തെ അതിനപ്പുറത്ത് നിന്ന് പ്രതിരോധിക്കാനും അതിനപ്പുറത്തിറങ്ങി നിന്ന് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അതിനെ തള്ളി മാറ്റിക്കൊണ്ട് ആ ഭാരതാംബയെ പൂജിക്കാൻ കഴിയുന്ന 100 കണക്കിന് രാഷ്ട്രസ്നേഹികൾ ഈ ഭാരതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പറയുന്ന CPM കോൺഗ്രസും ഇത്തരത്തിലുള്ള പോരാട്ട നാടകങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ. നിങ്ങൾക്ക് ജമാഅത്തെ പ്രീണിപ്പിക്കാൻ, നിങ്ങൾക്ക് വർഗീയവാദികളായിട്ടുള്ള SDPI പോപ്പുലർ ഫ്രണ്ടിനെ പ്രീണിപ്പിക്കാൻ നിങ്ങൾ ദയവ് ചെയ്തും ഭാരതമാതാവിന്റെ നേർക്ക് കുതിര കയറണ്ട. അതിന് നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങൾക്ക് BJPയെ പറയാം, അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി RSSനെ പറയാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഭാരതമാതാവ് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള 140 കോടി ജനങ്ങളുടെയും സ്വത്താണ്. അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധത കൃത്യമായി രാജ്യത്തെ പൊതു സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.